ഡൽഹി കേരള ഹൗസിൽ വൈദ്യുതി തടസ്സം, ജനറേറ്ററിന് കേടുപാട്. നന്നാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഒരാൾക്ക് പരിക്കുമേറ്റു. ക്യാൻറ്റീന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലാണ്. വിഷ്ണുപ്രസാദ് ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, കേരളത്തിൽ നിന്ന് അവിടേക്ക് എത്തുന്ന ജനപ്രതിനിധികൾ, അല്ലാതെയുള്ള മലയാളികൾ, മറ്റ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്ന ഒരിടമാണ്. അവിടെയാണ് ഈ വൈദ്യുതി തടസ്സം. എപ്പോൾ സംഭവിച്ചു? നീണ്ടു നിൽക്കുകയാണ്. പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയാതെ പോകുന്നത് എന്താണ്? റെസിഡന്റ് കമ്മീഷൻ ഉൾപ്പെടെയുള്ളവരെ അറിയിച്ചോ? പ്രതീക്ഷ, ഇന്ന് മന്ത്രി കെ എം ഷാജി കേരള ഹൗസിൽ ഉള്ളപ്പോഴാണ് വൈദ്യുത തടസ്സം ഉണ്ടായത്. തുടർന്ന് ഇത് ജനറേറ്ററിന്റെ കേടുപാടാണെന്ന് കണ്ടെത്തുകയും ഇത് നന്നാക്കാൻ ശ്രമിക്കുകയുമായിരുന്നു. പക്ഷെ അതിനിടെയാണ് ഒരാൾക്ക് പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ജനറേറ്റർ പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആയിട്ടുള്ള ശ്രീകേഷിന് കൈകളിലും മുഖത്തും പരിക്കേറ്റിട്ടുണ്ട്. ഇത് ഈ ജനറേറ്റർ വെച്ചിരുന്ന മുറിയിൽ ഒരു സ്ഫോടനം ഉണ്ടായ പോലെയാണ് ഇപ്പോൾ കാണപ്പെടുന്നതെന്ന് മന്ത്രി കെ എം ഷാജി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംഭവത്തെക്കുറിച്ച് കേരള മുഖ്യമന്ത്രി വി സതീശൻ കെ എം ഷാജിയെ വിളിച്ച് ഫോണിൽ ബന്ധപ്പെട്ട് സ്ഥിതിഗതികൾ ആരാഞ്ഞു. എന്തായാലും ഇപ്പോൾ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഇന്നിപ്പോ മന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടി കേരള ഹൗസിൽ വെച്ച് നിശ്ചയിച്ചിരുന്നു. ആ പരിപാടിയും ഇപ്പോൾ പുറത്തേക്ക് മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വൈദ്യുതി തടസ്സം നേരിട്ടതിനെ തുടർന്നാണ് ഇത്തരത്തിൽ പരിപാടി പുറത്തേക്ക് മാറ്റിയിട്ടുള്ളത്. എന്തായാലും കേരള ഹൗസിലെ ഈ ഒരു വൈദ്യുതി മുടക്കം 3 മണിക്കൂർ പിന്നിട്ടും തുടരുകയാണ്. നിലവിലെ സാഹചര്യത്തിൽ നന്നാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ ജനറേറ്ററിന് സംഭവിച്ച കേടുപാട് അതുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികളും ഇനി ആരംഭിക്കേണ്ടതുണ്ട്. ശരി, വിഷ്ണു ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.